ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബട്ടർ നാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അത് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം, അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളിൽ നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനായിട്ടുള്ള എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബട്ടർ നാൻ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും, പിന്നെ നമുക്ക് ഉപ്പ് കുറച്ച് പാകത്തിന് നമ്മുടെ പൊടിയിലേക്കുള്ളത്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, പിന്നെ നമുക്ക് ചൂടുള്ള പാല് കുറച്ച് കുഴയ്ക്കാനായിട്ട്, പിന്നെ നമുക്ക് ബട്ടർ നമ്മൾ അത് അവസാനം പറ്റാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് ഒരു 2 ടീസ്പൂണ് വേണ്ടത്. അപ്പോൾ ഇത്ര കൂട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് ആദ്യം കുഴയ്ക്കാനുള്ള സൈഡ് നോക്കാം. മൈദ ആദ്യം ഇട്ട് കൊടുക്കുക. മൈദയുടെ ഒപ്പം തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് രണ്ടും കൂടി ഒരുമിച്ച് അരിക്കുന്നത്. പിന്നെ നമ്മുടെ ഉപ്പ് അതൊന്ന് ജസ്റ്റ് അരിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം, അതുപോലെ പഞ്ചസാര, പിന്നെ നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ, ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ പാല്, നേരെ ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കും. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഇത്തിരി കട്ടിയിലാണ് കുഴക്കുന്നത്. നമുക്ക് പാല് കുറേശ്ശെ ഒഴിച്ച് ഇത് നന്നായി ഒന്ന് കുഴക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഇത്തിരി അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നാൻ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മുടെ മാവ് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ഒന്ന് ബോൾസുകളാക്കി എടുക്കാം. പിന്നെ ഇത് ബോൾസുകളാക്കി എടുക്കാം, മുറിച്ചെടുത്തിട്ട് ബോളാക്കാം. നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ വേണം കേട്ടോ ഇത് പരത്താനായിട്ട്. ഇതേപോലെ നമ്മൾ ഇത്തിരി കനത്തിൽ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചുട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്കിത് മറിച്ചിട്ട് ഒന്ന് ചൂടാക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മേലെ ബട്ടർ ഒന്ന് തട്ടി കൊടുക്കാം. നമുക്കിത് മറിച്ചിട്ടിട്ട് ബട്ടർ ഈ ഭാഗത്ത് പരത്തി കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗത്ത് നന്നായി ബട്ടർ ആയിക്കൊണ്ടിരിക്കുന്നു.
നമ്മളിത് 2 ഭാഗം നല്ല ബ്രൗൺ കളറാണ് വരെ നന്നായി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അത് തീയൊന്ന് നന്നായി കുറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചാൽ മതി. അത് ഞാൻ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് അടുത്തത് ഇതേപോലെ ഇട്ട് ബട്ടർ വെറ്റി കൊടുക്കാട്ടോ. അതിന് മറിച്ചിടുക. എന്നിട്ട് അതിന് ശേഷം ആ ഭാഗത്തും ബട്ടർ വെറ്റി നമ്മൾ നന്നായി കുക്ക് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് 2 ഭാഗം കുക്കായി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് എല്ലാതും ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ നാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.